ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്നിവിടെ ഒരു മോർണിംഗ് വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ തലേദിവസം നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ മഴത്തുള്ളിയോടൊക്കെ പുല്ലിക്കിടങ്ങ് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരെല്ലാം പോയതിന് ശേഷം ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. ഞാനിതിലൊരു ഹെൽത്തിയായ ഒരു സ്മൂത്തിയും കൂടി കാണിക്കുന്നുണ്ട്. ഒരു വെയിറ്റ് ലോസ് സ്മൂത്തിയാണ്. ആക്ച്വലി ഞാൻ അങ്ങനെയല്ല കഴിക്കാറ്. എനിക്ക് പക്ഷേ ഹെവി ആയി ഫുഡ് വേണം. നമ്മുടെ സാധാ നാട്ടിലെ ദോശ ഇഡ്ഡലിയൊക്കെ വന്നാലേ എനിക്ക് വയറ് ഫില്ലായ മാതിരി തോന്നുള്ളൂ. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കാണിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്തെങ്കിലും കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വെയിറ്റ് ലോസ് കാണാനും പറ്റും കേട്ടോ. ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വലിയൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് വലിയൊരു ടീസ്പൂണ് നമുക്ക് റാഗി ചേർത്ത് കൊടുക്കാം. ഇനി കുറുക്ക് കാച്ചിയെടുക്കുന്ന പോലെ നല്ല കട്ടല്ലാതെ നന്നായി നമുക്കത് കുറുക്കിയെടുക്കാതെ. അപ്പോൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം നമുക്കത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ അത് നന്നായിട്ട് കുറുകിയിട്ട് വരും. ഇപ്പോൾ ഇത് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാനതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, റാഗിയും വെള്ളം മാത്രമേ ഉള്ളൂ. ഇനി നമുക്കതൊരു 10 മിനിറ്റ് നമുക്ക് അത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ജാറിലോട്ട് ഒരു ചെറിയൊരു കഷ്ണം മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയിട്ട് കൊടുക്കാം. ജസ്റ്റ് നന്നായിട്ട് നമുക്കത് പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സീസണല്ലേ. അപ്പോൾ നമ്മുടെ മാങ്ങ അവിടെ അരച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ തണുക്കാൻ വെച്ചിരിക്കുന്ന നമ്മുടെ റാഗിയുടെ കുറുക്കുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ മാംഗോ റാഗി സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ മേലെ കുറച്ച് മാംഗോ പീസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ഇത് കഴിക്കാം. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ വെയിറ്റ് ലോസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. ബൈ. ഇനി ചായ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ടീ പൗഡർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. ഇതാണ് വാഗ് ബക്രി, നല്ല ടീ പൗഡറാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ആമസോണിൽ അവൈലബിളാണ്. അപ്പോൾ എനിക്കൊക്കെ ടീ എന്ന് പറഞ്ഞാൽ അത്രയും നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.